ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കർഷക കലാപങ്ങൾ കേരളത്തിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നീലം വിപ്ലവത്തിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു അല്ലെ. നീലം കർഷകരുടെ കലാപത്തെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. ഇപ്പൊ നീലം കൃഷി ചെയ്യാനായിട്ട് ജനങ്ങളെ നിർബന്ധിച്ചു. അതിനെതിരെ കർഷകർ നടത്തിയ കലാപത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലും ഈ കാലയളവില് പല കലാപങ്ങളും കർഷക കലാപങ്ങളും നടന്നിരുന്നു. അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 70 കാണുന്നില്ലേ? ടെക്സ്റ്റ് ബുക്ക് കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ വായിച്ചു പോവാ കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഇമ്പോർട്ടന്റ് അതിനൊക്കെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ കർഷകരെ പല വിധത്തില് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. പല ദുരിതങ്ങളും ഇന്ത്യയിലെ കർഷകര് ബ്രിട്ടീഷുകാരിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ കർഷകർക്ക് ഒരുപാട് ദുരിതങ്ങൾ ആരുടെ പക്കൽ നിന്ന്, അതായത് ബ്രിട്ടീഷുകാരുടെ പക്കൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ഓക്കെ, അപ്പൊ ഈ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തും. അവർ കർഷകരെ പല രീതിയിൽ അവർക്ക് വേണ്ട ടാക്സ്, ഒരുപാട് ടാക്സ് അവരുടെ മേൽ ചുമത്തിയിരുന്നു. അവർക്ക് വേണ്ട അവരുടെ കൃഷിഭൂമി എല്ലാം ആരെടുത്തു? ഈ ബ്രിട്ടീഷുകാരും ജന്മിമാരും കൈക്കലാക്കി. അങ്ങനെ പല വിധത്തിലുള്ള ചൂഷണങ്ങൾക്ക് ആര് നേരിടേണ്ടി വന്നു? കർഷകര് നേരിടേണ്ടി വന്നു. ഇത് അവർക്ക് സഹിക്കുന്നതിൽ അപ്പുറമായപ്പോൾ ഈ കർഷകരൊക്കെ എന്ത് ചെയ്തു? തിരിച്ച് കലാപത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് കലാപത്തിലേക്ക് നയിച്ചത്. ഇപ്പൊ ജന്മിമാരെയാണ് ഭൂവുടമകളായി ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരും ജന്മിമാർക്കാണ് ആ ഭൂമിയുടെ അവകാശം കൊടുത്തിരുന്നത്. ജന്മിമാരെന്ന് പറഞ്ഞാൽ ആരാ? അവിടുത്തെ പ്രഭുക്കന്മാര്. അവർക്കായിരുന്നു ആ ഭൂമിയിലുള്ള കർഷകരുടെ ഭൂമിയിലുള്ള അവകാശം എന്ന് പറയുന്നത് ജന്മിമാർക്കായിരുന്നു. ഓക്കെ, അപ്പൊ ജന്മിമാർക്ക് ആരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ജന്മിമാര് കർഷകരെ പല വിധത്തില് ദ്രോഹിക്കാൻ തുടങ്ങി. അതുപോലെ അവരെ കുടിയൊഴിപ്പിക്കുക. ശരിക്കും അത് കർഷകന്റെ ഭൂമി ആയിരുന്നിട്ട് പോലും അവർക്ക് അവിടെ കൃഷി ചെയ്യാനോ താമസിക്കാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. ജന്മിമാർക്കായിരുന്നു അവരുടെ കർഷകരുടെ ഭൂമിയിലുള്ള അധികാരം ജന്മിമാർക്കായിരുന്നു. അങ്ങനെ കർഷകരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കലും അമിതമായിട്ടുള്ള നികുതി, ടാക്സ് ചുമത്തുക, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അവിടുത്തെ കർഷകര് കലാപത്തിലേക്ക് ഇറങ്ങാൻ കാരണമായി. ഭൂവുടമകളായിരുന്ന ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് പാട്ടക്കുടിയന്മാരായിരുന്ന തെക്കേ മലബാറിലെ കർഷകർ. ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. അപ്പേ മലബാറിലെ മുസ്ലിങ്ങളെയാണ് മാപ്പിളമാർ എന്നുകൊണ്ട് വിളിച്ചിരുന്നത്. അപ്പോ ശരിക്കും കർഷകരുടെ ഭൂമി ആണെങ്കിൽ പോലും കർഷകർക്ക് അവിടെ അധികാരം ഉണ്ടായിരുന്നില്ല. ആർക്കായിരുന്നു അധികാരം? ജന്മിമാർക്കായിരുന്നു അധികാരം. ഓക്കെ, അപ്പൊ ഈ കർഷകർ എന്ത് ചെയ്തു? ജന്മിമാരുടെ അധികാരത്തിലുണ്ടായിരുന്ന ഭൂമികൾ പാട്ടത്തിനെടുക്കും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പാട്ടത്തിനെടുത്ത് അങ്ങനെ പാട്ടക്കുടിയന്മാരാവും. പക്ഷെ അവർക്കത് വേണ്ടത്ര കൃഷി അവർക്ക് അതിന് ലാഭം ലഭിക്കുക ഒന്നും തന്നെ ചെയ്തില്ല. വൻ നഷ്ടമാണ് അവിടെ കർഷകർക്ക് ഉണ്ടായത്. ഓക്കെ, ഇങ്ങനെ അതുപോലെ അത് മാത്രമല്ല നികുതിയായിട്ട് വലിയൊരു തുക അവർക്ക് കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അപ്പൊ ഇത്തരം ഈ കൃഷിക്കാര്, അതായത് നമ്മളിപ്പോ കേരളത്തിലെ കർഷകരുടെ കലാപത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കേരളത്തിൽ തന്നെ മലബാർ മേഖലയിലാണ്. അപ്പൊ മലബാർ മേഖലയിലെ കർഷകരെ മാപ്പിളമാർ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. മലബാറിലെ മുസ്ലിങ്ങളെയാണ് അന്ന് എന്ത് പറഞ്ഞത്? മാപ്പിളമാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാപ്പിളമാരായിരുന്നു ഈ കൃഷിക്കാര്. ഈ കൃഷിക്കാരാണ് ജന്മിമാരിൽ നിന്ന് ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്നത്. അങ്ങനെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചതാരാണ്? ഈ മാപ്പിളമാർ എന്നറിയപ്പെടുന്ന മലബാറിലെ കർഷകരാണ്.
അതുകൊണ്ട് തന്നെ മാപ്പിളമാർ, അതായത് ഈ കർഷകരെന്തെയും അവസാനം കലാപത്തിലേക്ക് ഇറങ്ങി. അപ്പൊ അതുകൊണ്ടാണ് ഈ മലബാറിലെ മുസ്ലിങ്ങളെ മാപ്പിളമാർ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് 19ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപം മാപ്പിള കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മാപ്പിള കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ ശിവശങ്കരൻ? ടീച്ചർ ശിവശങ്കരൻ. ഓക്കെ. മറ്റേ പേരെന്താ? അഭിമന്യു. ഓക്കെ. ഈ മലയാള മീഡിയം അല്ലേ? ഇംഗ്ലീഷ് മീഡിയം. ഇംഗ്ലീഷ് മീഡിയം അല്ലേ? ഓക്കെ. ഞാൻ ശിവശങ്കരൻ നീ മലയാളം മീഡിയം വിചാരിച്ചാണ് മലയാളത്തിൽ പറഞ്ഞത്. ഓക്കെ, മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? എന്താ ചെയ്യണ്ടേ? മലയാളത്തിൽ പറഞ്ഞാൽ. ഓക്കെ, മലയാളത്തിൽ പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? മാപ്പിള കലാപം എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെയാ? കേരളത്തിലെ മലബാർ മേഖലയിലെ കർഷകരുടെ കലാപത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അവിടുത്തെ കർഷകരെ, മലബാറിലെ കർഷകരെ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മാപ്പിളമാർ. കാരണം മലബാറിൽ അധികം മുസ്ലിങ്ങളായിരുന്നു. അന്ന് മലബാറിലെ മുസ്ലിങ്ങളെ മാപ്പിളമാർ എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് അവര് നടത്തിയ ഈ കലാപമായതുകൊണ്ടാണ് അതിനെ മാപ്പിള കലാപം എന്ന് പറയുന്നത്. ഓക്കെ, മാപ്പിള കലാപം എന്ന് പറയുന്നത്. 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. അപ്പൊ ഈ കർഷകർക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും ജന്മിമാരിൽ നിന്നും ഒരുപാട് ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ കർഷകർ മലബാറിലെ കർഷകര് ഏകദേശം 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായി. ഇതേ തുടർന്ന് ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ ഈ ബ്രിട്ടീഷുകാർ നിയമിച്ചു. അപ്പൊ ഈ കലാപങ്ങളെ എല്ലാം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പോലീസ് സേനയെ ബ്രിട്ടീഷുകാർ നിയമിച്ചു. തുടർച്ചയായ കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. അത് മാത്രമല്ല, എന്താണ് ഇങ്ങനെ 22ഓളം കലാപങ്ങളാണ് ഉണ്ടായത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും കലാപങ്ങൾ ഉണ്ടാവാൻ കാരണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാര് വില്യം ലോഗന്റെ നേതൃത്വത്തില് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. അങ്ങനെ ഈ കമ്മീഷൻ ഇതിനെക്കുറിച്ച് പഠിക്കുകയും അതിനുള്ള ഈ കലാപങ്ങളെല്ലാം ഉണ്ടാവാനുള്ള കാരണം കണ്ടെത്തുകയും ചെയ്തു. എന്താണ് കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് മാപ്പിള കലാപത്തെ കുറിച്ചാണ്. 19ാം നൂറ്റാണ്ടിലാണ് ഈ കലാപം നടക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷുകാരും ജന്മിമാരും മലബാറിലെ കർഷകരെ ഒരുപാട് പലതരത്തിൽ ദ്രോഹിച്ചു. അല്ലെ? അവർക്ക് അവരുടെ ഭൂമിയിൽ അവർക്ക് അവകാശം ഇല്ലാതെയായി. അവകാശം ആർക്കായിരുന്നു? ജന്മിമാർക്കായിരുന്നു. ഈ ജന്മിമാര് ജന്മിമാരുടെ കയ്യിൽ നിന്നും പാട്ടത്തിനെടുത്താണ് ഈ കർഷകർ കൃഷി ചെയ്തിരുന്നത്. അതുപോലെ അമിതമായിട്ട് നികുതി, ടാക്സ് അവരിൽ നിന്ന് വാങ്ങി. ഇതുകൊണ്ടൊക്കെ അവിടുത്തെ കർഷകര് ആകെ ദുരിതത്തിലായപ്പോൾ മലബാറിലെ കർഷകർ എന്ത് ചെയ്തു? കലാപത്തിന് പുറപ്പെട്ടു. അപ്പൊ അന്ന് മലബാറിലെ മുസ്ലിംസ് ആയിരുന്നു. ആ മുസ്ലിങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മാപ്പിള എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഈ മാപ്പിളമാര് കലാപത്തിന് ഇറങ്ങിയത് കൊണ്ടാണ് അത് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മാപ്പിള ലഹള എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇത് മാത്രമല്ല, അങ്ങനെ 22ഓളം കലാപങ്ങൾ ഈ മലബാറിൽ ഉണ്ടായി. അപ്പോൾ എന്താണ് ഇത്രയും കലാപം മലബാറിൽ ഉണ്ടാവാൻ കാരണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാര് ആരെ നിയോഗിച്ചു? ഒരു വില്യം ലോഗൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷനെ നിയമിച്ചു. അങ്ങനെ കമ്മീഷൻ ഇതേക്കുറിച്ച് പഠിക്കുകയും അവസാനം എന്ത് ഒരു നിഗമനത്തിലെത്തി? എന്താണ്? ബ്രിട്ടീഷുകാര് തെറ്റായ നികുതി, അമിതമായ നികുതി ഈ കർഷകരുടെ മേൽ ചുമത്തുന്നത് കൊണ്ടാണ് കർഷകർ ഇത്തരത്തില് കലാപത്തിന് പുറപ്പെടുന്നത് എന്ന് അവര് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഓക്കെ, അതാണ് മലബാർ കലാപം, കേരളത്തിലുണ്ടായ കർഷക കലാപം എന്ന് പറയുന്നത്. മനസ്സിലായോ ശിവശങ്കര? ഹലോ, കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്യും? മനസ്സിലായി ടീച്ചർ. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് മറ്റൊരു കലാപം. നമ്മൾ ഇതൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ കർഷകർ നടത്തിയ കലാപമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ഒരു ഗോത്ര വിഭാഗം, ട്രൈബൽ പീപ്പിൾസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കലാപത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് കർഷകരല്ല, ഗോത്ര ജനത എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ കാടുകളിൽ വസിക്കുന്ന ആൾക്കാരില്ലേ, കാട്ടിൽ വസിക്കുന്ന ആൾക്കാര്. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്താണ് ഗോത്രം? ട്രൈബൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ട്രൈബൽ ട്രൈബൽ എന്ന് പറഞ്ഞാൽ കാട്ടില്, അതായത് അവരുടെ ജോലി എന്തായിരിക്കും? കാടുകളില് എന്താ വനവിഭവങ്ങൾ, അപ്പൊ വനത്തിലെ ഫോറസ്റ്റിലെ ഓരോ റിസോഴ്സസുകളൊക്കെ കളക്ട് ചെയ്യുക, കന്നുകാലി വളർത്തല്, അവിടുത്തെ പൂനം കൃഷി എന്ന് പറയും, അത് നടത്തുക, വേട്ടയാടൽ, കാട്ടിലെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുക, ഇങ്ങനെ ജീവിച്ചവരാണ് ഈ ഗോത്ര ജനത എന്ന് പറയുന്നത്, ട്രൈബൽ പീപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്കും ബ്രിട്ടീഷുകാരുടെ ഒരുപാട് ചൂഷണം ആരും ഏൽക്കേണ്ടി വന്നു, ഈ ട്രൈബൽസും ഏൽക്കേണ്ടി വന്നു. അപ്പൊ അതിനെതിരെ ഈ ഗോത്ര ജനതകൾ നടത്തിയ ഒരു കലാപത്തെ കുറിച്ചാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഗോത്ര ജനത എന്ന് പറയുന്നത്? ഈ ഗോത്രമായിട്ട്, അതായത് വനങ്ങൾ, ഫോറസ്റ്റിൽ താമസിച്ച ജനങ്ങളാണ്. അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കുക, കന്നുകാലികളെ വളർത്തുക, പൂനം കൃഷി നടത്തുക, വേട്ടയാടൽ തുടങ്ങിയൊക്കെയായിരുന്നു അവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത്. ഓക്കെ, 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താൾ ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ സാന്താൾ എന്ന് പറയുന്നത് ഒരു ഗോത്ര ജനതയാണ്. അപ്പൊ ഇന്ത്യയിലുള്ള ഒരു ഗോത്ര ജനതയാണ്, ഒരു ട്രൈബൽ ആണ് എന്ത് പറയുന്നത്? സാന്താൾ. ഒരു ഗോത്ര വിഭാഗമാണ് സാന്താൾ. 1855 ഈ സാന്താൾ ജനത, സാന്താൾ വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപത്തെയാണ് എന്ത് പറയുന്നത്? സാന്താൾ കലാപം എന്ന് പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ അവരെ ഈ സാന്താൾ ജനത കലാപത്തിലേക്ക് ഇറങ്ങാൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരിതമയമാക്കി. ഹലോ, ഓക്കെ, ഈ ഫോറസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട്, ബ്രിട്ടീഷുകാർ ഇറക്കി. അതായത് ഫോറസ്റ്റ് ആക്ട്. ഓക്കെ, എന്നിട്ട് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 1855 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. 1855 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ എന്താണ് ബ്രിട്ടീഷുകാരെ എന്ത് നടപ്പിലാക്കി എന്ന് പറയുന്നത്? ഫോറസ്റ്റ് ആക്ട് ഇമ്പോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് മെയ്ഡ് ദെയർ ലൈഫ് മിസറബിൾ. അതായത് വന നിയമം എന്ന് പറഞ്ഞൊരു നിയമം, ഒരു ആക്ട് ബ്രിട്ടീഷുകാര് പാസാക്കി. അത് ഈ ട്രൈബൽ പീപ്പിൾസിനെ ഒരുപാട് ദുരിതത്തിലാക്കി. അതായത് വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിതമായി പ്രഖ്യാപിച്ചത്. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രൈബൽസ് എന്ന് പറയുന്നത്, ഈ സാന്താൾ വിഭാഗം എന്ന് പറയുന്നത് ഒരു ഗോത്ര വിഭാഗമാണ്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റിൽ വേട്ടയാടിയും അവിടുത്തെ മരങ്ങളും അതുപോലെ തന്നെ ഔഷധങ്ങളും മറ്റു ഫ്രൂട്ട്സുകളും കിഴങ്ങ് വർഗ്ഗങ്ങളും മറ്റു വിഭവങ്ങളൊക്കെ ശേഖരിച്ചും അങ്ങനെയൊക്കെയാണ് ഈ ജനത ജീവിച്ചു പോന്നിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്ന് എന്ത് ചെയ്തു? ഒരു ഫോറസ്റ്റ് ആക്ട് അല്ലെങ്കിൽ വന നിയമം എന്ന് പറഞ്ഞ ഒരു ആക്ട് പാസ്സാക്കി. അതോടുകൂടി ഈ ഗോത്ര ജനതകൾക്ക്, ട്രൈബൽസിന് ഈ ഫോറസ്റ്റില് പ്രവേശിക്കാനുള്ള അനുമതി ഇല്ലാതെയായി. ഓക്കെ, അപ്പൊ പിന്നീട് അവർക്ക് അവരുടെ ജീവിതമാർഗം വഴിമുട്ടി. കാരണം അവർക്ക് പിന്നെ ഈ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കാനോ അവരുടെ വേട്ടയാടലിനോ ഇതുപോലെയുള്ള കന്നുകാലി മേയ്ക്കാനോ കൃഷി നടത്താനോ ഒന്നും ഇവർക്ക് അനുവാദമില്ലാതെയായി. ഈ ഗോത്രജനങ്ങൾക്ക് അനുവാദമില്ലാതെയായി. മാത്രമല്ല, ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു എന്നറിയോ? ബ്രിട്ടീഷുകാർ അതൊരു സംരക്ഷിത വനമായിട്ട് പ്രഖ്യാപിച്ചു, പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചു. മാത്രമല്ല, എന്നിട്ട് ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവർ ഈ ഫോറസ്റ്റിൽ കയറിയിട്ട് അവിടുത്തെ മരങ്ങളും അതുപോലെ തന്നെ ഔഷധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവര് വെട്ടിയെടുത്ത് അതൊക്കെ കടത്താൻ തുടങ്ങി. അവര് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരത് ഉപയോഗിക്കാനും തുടങ്ങി. ഈ ഗോത്ര ജനങ്ങൾക്ക് എവിടെ കടക്കാനും പറ്റും, ഫോറസ്റ്റിലേക്ക് കടക്കാൻ അവർ വിലക്കുകയും ചെയ്തു. അവിടുത്തെ വിഭവങ്ങളെല്ലാം ആര് കൈയടക്കാൻ തുടങ്ങി? ബ്രിട്ടീഷുകാര് കൈയടക്കാനും തുടങ്ങി. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ സാന്താൾ ഈ ഗോത്ര വിഭാഗക്കാർക്ക് ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാതെയായി. അങ്ങനെ അവര് കലാപത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, അവര് കപ്പൽ നിർമ്മാണം, റെയിൽവേ പാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ്
ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവര് ഫോറസ്റ്റിലുള്ള മരങ്ങളും മറ്റൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ഈ ഗോത്ര ജനതകളെ അങ്ങോട്ട് കടപ്പിക്കുകയും അവിടേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തില്ല. തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടി വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. മാത്രമല്ല, ഈ ഗോത്ര ജനത ശേഖരിച്ച വനവിഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പൊ ഫോറസ്റ്റിലെ ഓരോ വിഭവങ്ങള്, അതിന്റെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതിയും ചുമത്തി. ഈ സാഹചര്യത്തിലാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്. മനസ്സിലായോ? ശിവശങ്കര, എന്തിനാണ് അപ്പൊ ഈ ഗോത്ര വിഭാഗങ്ങള് കലാപം നടത്താൻ കാരണം എന്താണ്? പറഞ്ഞേ, എന്താ കാരണം? എന്താ ശിവശങ്കര, മനസ്സിലായത് എന്താന്ന്? ടീച്ചർ. എന്തിനാ അവര് കലാപം നടത്തിയെന്തിനാ? ഗോത്ര വിഭാഗങ്ങള് ഗോത്ര ജനത എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ്? അവരുടെ പ്രധാന തൊഴിൽ എന്താ? അവരെങ്ങനെയാ ജീവിച്ചു പോന്നിരുന്നേ? ഹലോ, കേക്കുന്നുണ്ടോ? ടീച്ചർ കേക്കാം. എന്താണ്? പറ. അതെന്തായിരുന്നു അവരുടെ തൊഴിൽ? ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞല്ലേ, എന്താണ് അവരെങ്ങനെ ജീവിച്ചിരുന്നത് ഗോത്ര ജനതകള്? അവര് വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് പിന്നെയോ കന്നുകാലികളെയൊക്കെ വളർത്തി, ഹണ്ടിങ് അല്ലെ, കാറ്റ് റിയറിങ്, അതുപോലെ കൾട്ടിവേഷന്, ഹണ്ടിങ് അതായത് വേട്ടയാടൽ തുടങ്ങിയൊക്കെയായിരുന്നു ഗോത്ര ജനതകളുടെ പ്രധാന തൊഴില്. അങ്ങനെ അവർ ജീവിച്ചു പോന്നപ്പോൾ ആര് വന്നു? ബ്രിട്ടീഷുകാർ വന്ന് എന്ത് പാസാക്കി? എന്തോന്ന് പാസാക്കിയല്ലോ, നടപ്പിലാക്കി. ഒരു ആക്ട് പാസാക്കി. ഏത് ആക്ട് അത്? ഫോറസ്റ്റ് ആക്ട്, അല്ലെങ്കിൽ വന നിയമം എന്ന് പറഞ്ഞ ഒരു ആക്ട് ഈ ഗോത്ര ജനതകളുടെ മേൽ ഇമ്പോസ് ചെയ്തു, അല്ലെ, അടിച്ചമർത്തി. അതനുസരിച്ച് എന്തായിരുന്നു? ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് എന്തായിരുന്നു? ഈ ഗോത്ര ജനതകൾക്കൊന്നും എവിടേക്ക് കടക്കാൻ പറ്റിയില്ല? ഈ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കാൻ അനുമതിയില്ലായിരുന്നു. ഓക്കെ, അവർക്ക് ഹണ്ടിങ് നടത്താനോ കൃഷി ചെയ്യാനോ അതുപോലെ തന്നെ കാറ്റിൽ റിയറിങ്ങിനോ അതായത് കന്നുകാലികളെ വളർത്താനോ ഒന്നും അവർക്ക് ഈ ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ബ്രിട്ടീഷുകാർ കൊടുത്തില്ല. മാത്രമല്ല, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ വനത്തില് ഗോത്ര ജനതകൾക്ക് കടക്കാനും സമ്മതിച്ചില്ല. ബ്രിട്ടീഷുകാർ അവിടുത്തെ മരങ്ങളും മറ്റു എല്ലാ വിഭവങ്ങളും അവരെന്ത് ചെയ്തു? കൈയടക്കാനും തുടങ്ങി. അവരുടെ ആവശ്യങ്ങൾക്ക് അതെല്ലാം ഉപയോഗിക്കാനും തുടങ്ങി. അങ്ങനെ അവസാനം ഒരു ജീവിക്കാനും മാർഗമില്ലാതെ ആ ഗോത്ര ജനതകൾ ബുദ്ധിമുട്ടിയപ്പോൾ ഗോത്ര ജനതകൾ കലാപത്തിന് ഇറങ്ങി പുറപ്പെട്ടു. ഇതാണ് ഈ ഗോത്ര ജനതകൾ നടത്തിയ കലാപം. അതിലെ ഒരു വിഭാഗമാണ് ആര്? സാന്താൾ എന്ന് പറയും. അങ്ങനെ സാന്താൾ വിഭാഗം 1855 ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് സാന്താൾ കലാപം എന്നറിയപ്പെടുന്നത്. വർഷം ഏതാണ്? 1855. ഓക്കെ, ഇനി അടുത്ത അപ്പൊ ഇതാണ് സാന്താൾ കലാപം. സാന്താൾ കലാപം 1855 നടന്നത്. ഇനി അതേപോലെ മറ്റൊരു ഗോത്ര ജനതകളുടെ കലാപമാണ് കുറിച്യ കലാപം. എന്ത് കലാപമാണ്? കുറിച്യ കലാപം. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. ഇത് കേരളത്തിലാണ് നടക്കുന്നത്. കേരളത്തിലെ വയനാട്ടിലുള്ള ഒരു ഗോത്ര വിഭാഗമാണ് കുറിച്യർ. എന്താണ്? കുറിച്യർ. അപ്പൊ വയനാട്ടിലുള്ള ഒരു ഗോത്ര ജനതയുടെ പേരാണ് കുറിച്യർ. വയനാട്ടിൽ ഈ കുറിച്യർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപത്തെയാണ് കുറിച്യ കലാപം എന്ന് പറയുന്നത്. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. ആരൊക്കെയാണ്? വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരുണ്ട്, കുറുമ്പരുണ്ട്. രണ്ട് വിഭാഗം ആൾക്കാരുണ്ട്, കുറിച്യർ, കുറുമ്പരുമാണ് ഈ കലാപം നടത്തിയത്. 1812 നടന്ന ഈ കലാപത്തിന്റെ കാരണങ്ങളാണ് താഴെ
പോയിന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുറിച്യ കലാപം എന്ന് പറയുന്നത് ഒരു ഗോത്ര കലാപമാണ്. അത് വയനാട്ടിലെ കുറിച്യരും കുറുമ്പരുമാണ് ഈ കലാപം നടത്തിയത്. ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ. അതിന്റെ വർഷം എന്ന് പറയുന്നത് 1812 ഇത്രയും അണ്ടർലൈൻ ചെയ്യാം. 1812 അണ്ടർലൈൻ ചെയ്യണം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയതെന്നും അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, അടുത്തത് എന്താണ് ഈ കുറിച്യ കലാപത്തിനുള്ള കാരണങ്ങൾ എന്നാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇതുവരെ പറഞ്ഞത് തന്നെ ബ്രിട്ടീഷുകാർ ഓവറായിട്ട് ടാക്സ് ഈ ഗോത്ര വിഭാഗങ്ങളിൽ ഇമ്പോസ് ചെയ്തതാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി. രണ്ടാമതെന്ന് പറയുന്നത് നികുതി പണമായി തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ആദ്യമൊക്കെ അവർ എന്താണോ കൃഷി ചെയ്യുന്നത് അതിന്റെ ഒരു വിളവിന്റെ ഒരു ഭാഗമായിരുന്നു ടാക്സ് ആയിട്ട് കൊടുത്തിരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാര് ഈ ടാക്സ് പണമായി തന്നെ ക്യാഷിന്റെ രൂപത്തിൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ ഉള്ള ഒരു നിർബന്ധിച്ചതും ഈ കലാപത്തിലേക്ക് വഴിതെളിച്ച ഒരു കാരണമാണ്. മൂന്ന്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അങ്ങനെ നികുതി അടയ്ക്കാൻ കഴിയാത്തവര്, അതിനുള്ള കഴിവില്ലാത്തുള്ള ഗോത്ര വിഭാഗത്തിന്റെയും കർഷകരുടെയും ഒക്കെ കൃഷിഭൂമി ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷുകാര് പിടിച്ചെടുത്തു. ഇതും കുറിച്യ കലാപത്തിനുള്ള ഒരു കാരണമാണ്. അപ്പൊ എന്തൊക്കെയാണ് കാരണം? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. രണ്ടാമത്തെയോ, imposition of excessive tax by the British, compulsion of paying tax in cash, seizing of agricultural land for non-payment of tax. അപ്പൊ ടാക്സ് കൊടുക്കാൻ കഴിയാത്തവരുടെ ഭൂമി പിടിച്ചെടുത്തതും കുറിച്യ കലാപത്തിനുള്ള കാരണമാണ്. അപ്പൊ കുറിച്യ കലാപം എവിടെയാണ് നടന്നത്? വയനാട്ടിലെ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. 1812 ഈ കലാപം നടന്നത്. ഇനി ഈ കലാപം നടന്നത് കുറിച്യരുടെ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ്. അത് അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? കുറിച്യ നേതാവായ രാമൻ നമ്പിയാണ് നേതൃത്വം കൊടുത്തത്. ഗോത്ര ജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബേബർ കലാപത്തെ ഇങ്ങനെ രേഖപ്പെടുത്തി. ഓക്കെ, അപ്പൊ കലാപത്തിന് നേതൃത്വം കൊടുത്തത് കുറിച്യ നേതാവായ രാമൻ നമ്പിയാണ്. പക്ഷെ ആ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും ചെയ്തു. മാത്രമല്ല അവരുടെ നേതാവായ രാമൻ നമ്പിയെ പിടികൂടി വധിക്കുകയും ചെയ്തു. അടുത്ത് 19-ാം നൂറ്റാണ്ടിൽ ഇത് മാത്രമല്ല, അപ്പൊ ഈ സാന്തൽ കലാപം, കുറിച്യ കലാപം മാത്രമല്ല, നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും നടന്നിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് അവിടെ പറയുന്നത് പഹാരിയ കലാപം, കോൾ കലാപം, ഗാസി കലാപം, ബീൽ കലാപം, മുണ്ട കലാപം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കുറിച്യ കലാപം? കുറിച്യ കലാപം എന്ന് പറയുന്നത് ഒരു ഗോത്ര കലാപമാണ്. ട്രൈബൽസ് നടത്തിയ ഒരു കലാപം തന്നെയാണ് ഇത്. ഇത് വയനാട്ടിലെ ഗോത്ര ജനതകളായ ട്രൈബൽ പീപ്പിൾസ് ആയ കുറിച്യരും കുറുമ്പരുമാണ് ഈ കലാപം നടത്തിയത്. വർഷം 1812. കലാപം ഉണ്ടാവാനുള്ള കാരണം ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. 2, നികുതി പണമായി തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചത്. 3, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇത്രയാണ് ഈ കലാപത്തിലേക്ക് നയിച്ച കാരണം. കലാപം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ്. പക്ഷെ കലാപം വിജയിച്ചില്ല. കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. മാത്രമല്ല അവരുടെ നേതാവായ രാമൻ നമ്പിയെ പിടികൂടി വധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ സാന്താൾ കലാപം, കുറിച്യ കലാപം പോലെ തന്നെ ആ സമയത്ത്, അതായത് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ പല ഭാഗത്തും പലതരത്തിലുള്ള ഗോത്ര കലാപങ്ങൾ, ട്രൈബൽസ് കലാപങ്ങൾ നടത്തിയിരുന്നു. അവ പ്രധാനപ്പെട്ടാണ് പഹാരിയ കലാപം, അണ്ടർലൈൻ ചെയ്യണം, കോൾ കലാപം, ഗാസി കലാപം, ബീൽ കലാപം, മുണ്ട കലാപം എന്നിവയാണ് മറ്റു കലാപങ്ങൾ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രി. ട്രഡീഷണൽ ആയിട്ട് ഇൻഡസ്ട്രിയുടെ തകർച്ചയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള
രീതികൾ, ട്രഡീഷണൽ ആയിട്ട് ഇൻഡസ്ട്രീസ് ഒക്കെ തകരുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, പണ്ടൊക്കെ നമ്മൾ പരുത്തി കൃഷി ചെയ്ത് ഇന്ത്യയിലെ ജനങ്ങൾ അവർ തന്നെയായിരുന്നു തുണികളൊക്കെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. എന്നാൽ യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ കാലത്താണ് ഇംഗ്ലണ്ടിലൊക്കെ വ്യവസായവൽക്കരണം ഒക്കെ വരുന്നത്. ടെക്സ്റ്റൈൽസ് ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ് ഒക്കെ ഒരുപാട് വികസിച്ചു. ഇവിടുന്ന് പരുത്തി കൊണ്ടുപോയി അവര്, അതുപോലെ നീലൊക്കെ കൊണ്ടുപോയി അവിടുന്ന് മെഷീനറീസിന്റെ സഹായത്തോടെ തുണികളൊക്കെ ഉൽപ്പാദിപ്പിച്ച് അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ, അതായത് മെഷീനറീസിന്റെ സഹായത്തോടെ പ്രൊഡ്യൂസ് ചെയ്ത തുണിത്തരങ്ങൾ, ഡ്രസ്സുകൾ ഇവർ എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള തുണികൾക്ക് വില വളരെ കുറവായിരുന്നു. കാരണം യന്ത്രത്തിന്റെ സഹായത്തോടെ ആക്കുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഉൽപാദന ചെലവ് കുറവായതുകൊണ്ട് തന്നെ വിലയും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിലെ ജനങ്ങൾ, അപ്പൊ ഇന്ത്യയിൽ അത് ഭയങ്കരമായിട്ട് വിറ്റഴിക്കപ്പെട്ടു. ഇന്ത്യയിൽ അതിന് ഡിമാൻഡ് കൂടിയതോടുകൂടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത, ഇന്ത്യയിൽ ഉണ്ടാക്കിയ തുണികൾക്കൊന്നും ഡിമാൻഡ് ഇല്ലാതെയായി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ തുണി വ്യവസായം അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇല്ലാതാവാൻ തുടങ്ങി. പകരം നമ്മൾ ബ്രിട്ടീഷുകാരുടെ തുണിത്തരങ്ങൾക്കായി, അതായത് ബ്രിട്ടനിൽ നിന്ന് ഇറക്കുന്ന തുണികൾക്കായി ഡിമാൻഡ് കൂടുതൽ. അപ്പൊ ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾക്ക് വില കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിറ്റഴിഞ്ഞു. അപ്പൊ ഇന്ത്യൻ ജനങ്ങൾക്കൊക്കെ പിന്നെ എന്ത് മതി, കാരണം വില കുറവാണല്ലോ. ഇവിടത്തേനും വില കൂടുതലായിരിക്കും. ബ്രിട്ടനിൽ നിന്ന് ഇറക്കുന്ന ഡ്രസ്സുകൾക്കെല്ലാം, ഡ്രസ് മെറ്റീരിയൽസിനെല്ലാം വില കുറവാണ്. കാരണം അത് മിഷനറീസിന്റെ സഹായത്തോടു കൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോ ഇന്ത്യയിലെ തുണിത്തരങ്ങൾക്ക് ആവശ്യക്കാരില്ലാതെയായി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, കണക്ഷൻ പ്രോബ്ലം പോയതാണേ. അപ്പൊ നമ്മൾ നോക്കിയത്, അപ്പൊ റെയിൽവേ വന്നു. ഈ സമയത്താണ് റെയിൽവേ ഇന്ത്യയിൽ വ്യാപകമായത്. ഈ റെയിൽവേ വന്നതോട് കൂടിയിട്ട് ട്രെയിനിലൂടെ ഒരുപാട് തുണിത്തരങ്ങള് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും കാരണമായി. ഇതും ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് ഒരു കാരണമായി. ഒന്നാമത്തെ കാരണം, ബ്രിട്ടനിൽ നിന്ന് വില കുറഞ്ഞ ഡ്രസ്സുകൾ ഇന്ത്യയിലേക്ക് വന്നു. അപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്താവശ്യമായി, വില കുറഞ്ഞ തുണിത്തരങ്ങളായി ഡിമാൻഡ് കൂടുതൽ. മാത്രമല്ല ഇന്ത്യയിലെ തുണികൾക്ക്, ഇന്ത്യയിൽ ഉണ്ടാക്കിയ തുണികൾക്ക് ഡിമാൻഡ് കുറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം, റെയിൽവേ വ്യാപകമായതോടുകൂടി ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിൽ എത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലേക്ക് എത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി. അപ്പൊ എന്ത് ചെയ്തു, അതോടൊപ്പം തന്നെ റെയിൽവേ വ്യാപകമായതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിൽ എത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു. അതായത് റെയിൽവേ, തുറമുഖങ്ങളിൽ എത്തുന്ന തുണിത്തരങ്ങൾ പിന്നെ അവിടെ റെയിൽ മാർഗത്തിലൂടെ ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു. അതുപോലെ ഗ്രാമങ്ങളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പരുത്തി ശേഖരിച്ച് തിരിച്ചിതേപോലെ ട്രെയിനിൽ കയറ്റി അവർ തുറമുഖത്തിലൂടെ ബ്രിട്ടനിലേക്ക്
തിരിച്ചു പരുത്തി കയറ്റുമതി ചെയ്യാനും ബ്രിട്ടീഷുകാർക്ക് സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലുള്ള ആ മാർക്കറ്റും ആർക്ക് നഷ്ടപ്പെട്ടു? ഇന്ത്യയിലെ നെയ്ത്തുകാർക്ക് നഷ്ടമായി. ഗ്രാമങ്ങളിലെ ആൾക്കാരും ആരും ഇന്ത്യയിലെ തുണിത്തരങ്ങൾ വാങ്ങാതെയായി. കാരണം എന്താ? ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെല്ലാം എന്തെത്തുന്നുണ്ട്? ഈ ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വില കുറഞ്ഞ തുണിത്തരങ്ങൾ എത്താൻ തുടങ്ങി. അങ്ങനെ എന്ത് പറ്റി? ഇന്ത്യയിലെ തുണി വ്യവസായം ആകെ ഇല്ലാതാവാൻ തുടങ്ങി. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചുമത്തിയ ഉയർന്ന നികുതി കാരണം അവയുടെ വില വർദ്ധിച്ചു. ഇനി ഇന്ത്യയിൽ ഉണ്ടാക്കിയ തുണിത്തരങ്ങള് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. അതിൽ എന്ത് ചെയ്തു? അവർ ഓവറായിട്ട് ടാക്സ് ചുമത്തി. അതോടുകൂടി അതിനും വില കൂടി. അതും മറ്റൊരു കാരണമായി. അങ്ങനെ ബ്രിട്ടീഷ് വിപണിയും ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി. ഇപ്പൊ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ചൂഷണം മാത്രമല്ല കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറാനും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാനും അവർ തൊഴിലാളികളെ നിർമ്മിച്ചു. ഇത് കാരണം മറ്റു പല ജോലികളും തേടിപ്പോയി. പിന്നെ ബ്രിട്ടീഷ് ധാരാളം തൊഴിലാളികളെ നെയ്ത്തു ജോലി ഉപേക്ഷിച്ചു. ഇതോടൊക്കെ അവനെ ഈ തുണി വ്യവസായം തകർന്നതോട് കൂടിയിട്ട് ഈ തുണി വ്യവസായങ്ങളിൽ, അതായത് തുണി ഉൽപ്പാദിപ്പിക്കാൻ നിന്നിരുന്ന ഒരുപാട് തൊഴിലാളികൾ എന്ത് ചെയ്തു? അവരുടെ ആ ജോലി ഉപേക്ഷിച്ച് മറ്റു പല ജോലികളും തേടിപ്പോയി. അങ്ങനെ മൊത്തം ഇന്ത്യൻ തുണി വ്യവസായം തകർന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കാരണം എന്തൊക്കെയാണ്? പറഞ്ഞത്, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടനില് എന്തുണ്ടായി? വ്യവസായവൽക്കരണം ഉണ്ടായി. ഈ വ്യവസായവൽക്കരണം വന്നതോടുകൂടി മിഷനറീസ് ഉപയോഗിച്ച് ഒരുപാട് തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച തുണിത്തരങ്ങള് അവർ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. വില കുറഞ്ഞത് കാരണം തന്നെ, വില കുറവായിരുന്നു ഇത്തരം തുണിത്തരങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇന്ത്യയില് ജനങ്ങൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്തത് ഇത്തരം വില കുറഞ്ഞ ഡ്രസ്സുകളാണ്. അവർ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച തുണിത്തരങ്ങള് ഡിമാൻഡ് കുറഞ്ഞു. കാരണം എന്താ? ഇന്ത്യയിൽ ഉൽപ്പാദിച്ച തുണിത്തരങ്ങള് വില കൂടുതലായിരുന്നു. മാത്രമല്ല അതിനുള്ള വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യയിലെ തുണി വ്യവസായത്തിന്റെ ഡിമാൻഡ്, ഡ്രസ്സുകളുടെ ഡിമാൻഡ് കുറഞ്ഞു. മാത്രമല്ല റെയിൽവേ വന്നതോട് കൂടിയിട്ട്, ട്രെയിനുകൾ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തേക്കും ട്രെയിൻ സൗകര്യം വന്നതോട് കൂടിയിട്ട് ഈ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തുണിത്തരങ്ങളെല്ലാം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്താൻ തുടങ്ങി. ഗ്രാമപ്രദേശങ്ങൾക്ക് പോലും എത്തുവാൻ തുടങ്ങി. ഇതും ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ ഒരു കാരണമാണ്. മൂന്നാമതായിട്ട് പറയുന്നത്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന തുണിത്തരങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു ആദ്യം. പക്ഷെ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ആ കയറ്റുമതി ചെയ്യുന്നതിന് ഓവറായിട്ട് ടാക്സ് ചുമത്താൻ തുടങ്ങി. അങ്ങനെ ഓവറായിട്ട് ടാക്സ് ചുമത്തിയപ്പോൾ ആ തുണിയുടെ വില കൂടി. ആ തുണിത്തരങ്ങളുടെ വില കൂടിയത് കാരണം ബ്രിട്ടനിലും ആർക്കും എന്ത് വേണ്ടാതായി? ഇന്ത്യയിൽ നിന്ന് വന്ന തുണിത്തരങ്ങൾ വേണ്ടാതായി. അപ്പൊ ഇന്ത്യയിലും ഇതിനുള്ള ഡിമാൻഡ് കുറഞ്ഞു, ബ്രിട്ടനിലും ഇവർക്ക് മാർക്കറ്റ് കിട്ടാതെയായി. മാത്രമല്ല അതോടൊപ്പം തന്നെ ജോലി ചെയ്തിരുന്ന ഈ നെയ്ത്ത് ജോലി ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാര് ഈ ജോലി ഉപേക്ഷിച്ചു പോയി. മാത്രമല്ല കുറഞ്ഞ ജോലിക്കൊക്കെ ബ്രിട്ടീഷുകാർ അവരെ ജോലി ചെയ്യിപ്പിക്കാൻ നിർബന്ധമാക്കി. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യയിലെ തുണി വ്യവസായം തകർച്ചയിലേക്ക് വക്കിലെത്തി എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഇത് പറയുന്നുണ്ട്, ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ച. ഒന്ന്, അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി. രണ്ടാമതായിട്ട് പറഞ്ഞ റെയിൽവേയുടെ വ്യാപനം നമുക്ക് പറയാം. മൂന്നാമതായിട്ട് ബ്രിട്ടനിൽ നിന്ന് ഇറക്കിയ വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇന്ത്യയിൽ വന്നതോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന തുണിത്തരങ്ങൾക്കോടായി ഡിമാൻഡ് കൂടുതൽ. അവർക്ക് അതാണ് ആവശ്യമായിട്ട് വന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച തുണിത്തരങ്ങൾക്ക് ആവശ്യം കുറഞ്ഞു വന്നു. പിന്നെന്തെഴുതാം? 3-4 പോയിന്റ് പറഞ്ഞു. പിന്നെന്ത് പറയാം? ഒരുപാട് കർഷകരല്ല, നെയ്ത്ത് തൊഴിലാളികൾ അവരുടെ ജോലി ഉപേക്ഷിച്ചു പോയത് ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ മറ്റൊരു തകർച്ചയാണ്. ഇപ്പൊ തുണി വ്യവസായങ്ങൾ മാത്രമല്ല, വേറെ ഒരുപാട് വ്യവസായങ്ങൾ, ഇൻഡസ്ട്രീസ് ഈ സമയത്ത് തകർന്നു. ഒന്നാമത്തെ പാത്രനിർമ്മാണം തകരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയാണ്. അപ്പൊ ഇവിടെയൊക്കെ മണ്ണുകൊണ്ടുള്ള മൺപാത്രങ്ങളാണ് നിർമ്മിച്ചിരുന്നത്. ഈ മൺപാത്രങ്ങൾക്ക് പകരമായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് എന്ത് ഇറക്കുമതി ചെയ്തു?
അലുമിനിയം പാത്രങ്ങൾ ഇറക്കുമതി ചെയ്തു. അപ്പൊ ഈ അലുമിനിയം പാത്രങ്ങൾ വന്നതോടുകൂടി ജനങ്ങള് അലുമിനിയം പാത്രങ്ങളായി കൂടുതൽ ഉപയോഗിക്കാൻ കാരണം അവ പെട്ടെന്ന് പൊട്ടുമൊന്നുമില്ലല്ലോ. അപ്പൊ അവർ അലുമിനിയം പാത്രങ്ങളോട് കൂടുതൽ തെരഞ്ഞെടുത്തു. മൺപാത്ര നിർമ്മാണം അങ്ങനെ തകരാൻ തുടങ്ങി. രണ്ടാമതായി തുകൽപ്പണിക്കുള്ള തകർച്ചയുടെ കാരണം അസംസ്കൃത വസ്തുവായ തുകലിന്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി. അതായത് ഇവിടെ ഉണ്ടാകുന്ന തുകലൊക്കെ എവിടേക്ക് കയറ്റുമതി ചെയ്തു? യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. അപ്പൊ ഇന്ത്യയിൽ ഈ തുകൽ വ്യവസായത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് കിട്ടാതെയായി. ആ റോ മെറ്റീരിയൽസ് മൊത്തം എവിടേക്ക് കൊണ്ടുപോയി? യൂറോപ്പിലേക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. അതും തുകൽപ്പണിയുടെ തകർച്ചയ്ക്ക് കാരണമായി. അടുത്തത് മരപ്പണി തകരാനുള്ള കാരണം എന്ന് പറയുന്നത് ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം. ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം വന്നതോടുകൂടിയിട്ട് ഈ മരപ്പണികൾക്കെല്ലാം യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതോടുകൂടി മരപ്പണിയും ഇല്ലാതെയായി തുടങ്ങി. അങ്ങനെ മൺപാത്ര നിർമ്മാണം, തുകൽപ്പണി, മരപ്പണി, അതുപോലെ തുണി വ്യവസായം എന്നിവയെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാവാൻ തുടങ്ങി. ഇത്രയാണ് ഇതിലെന്തെങ്കിലും മനസ്സിലായി എടുത്തതെന്ന്?